സിസ്റ്റം പിഴച്ചതാണ് സാർ. അതായത് ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയൊരു പിഴവ് സംഭവിക്കുമ്പോൾ ന്യായീകരണ ക്യാപ്സ്യൂളായി പറയുന്ന ഒരു കാര്യമാണ് സിസ്റ്റം ശരിയല്ല എന്ന്. ഡോക്ടർ വന്ദനാദാസിനെ കുറിച്ച് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയിൽ ജീവനും ജീവിതവും നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി. ഡോക്ടർ എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽകൾ എത്തി നിൽക്കുമ്പോഴാണ് ആ പെൺകുട്ടിക്ക് അതിദാരുണമായ മരണം സംഭവിക്കുന്നത്. അന്ന് സമരത്തിന് ഇറങ്ങിയിട്ടുള്ള ഡോക്ടർമാരും ആശുപത്രിയിലെ മറ്റു ഉദ്യോഗസ്ഥരുമെല്ലാം ആവശ്യപ്പെട്ടത് ഒരൊറ്റ കാര്യമായിരുന്നു. ഞങ്ങളെ തേടിയെത്തുന്ന ഓരോ രോഗികളുടെയും ജീവന് അസുഖങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ നിൽക്കുന്ന ഞങ്ങൾക്കൊരു സംരക്ഷണം വേണം. അക്രമികളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ള ആവശ്യം. ഡോക്ടർ വന്ദനാദാസിന്റെ ആ ഒരു കൊലപാതകത്തിന് ശേഷം, മരണത്തിന് ശേഷം ആരോഗ്യവകുപ്പിന് ഉത്തരം മുട്ടിയതോടെ നടപടിയെടുക്കുക എന്ന് മാത്രമായിരുന്നു മുന്നിലുണ്ടായിരുന്ന ഏക മാർഗം. അന്ന് വലിയ രീതിയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രഖ്യാപനം നടത്തി. ഇനി ഒരു ആശുപത്രി അധികൃതർക്ക് നേരെയും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന രീതിയിൽ ഒരു അതിക്രമവും ഉണ്ടാകില്ല എന്ന്. പക്ഷേ ഇന്ന് വന്ദനാദാസിന്റെ അതേ ഒരു ഗതിയിലേക്ക് പോകേണ്ടിരുന്ന ഒരു ഡോക്ടറുടെ അവസ്ഥയാണ് കോഴിക്കോട് നിന്ന് പുറത്തു വന്നത്. അതായത് തന്റെ കുഞ്ഞിന്റെ മരണത്തിന് കാരണമായത് ആ ഡോക്ടറാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡോക്ടറിനെ അതിക്രൂരമായിട്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നു. എന്തായാലും അന്ന് പറഞ്ഞ ആ ആരോഗ്യമന്ത്രിയുടെ ഉറപ്പ് ഒന്നുമല്ലാതായിരിക്കുന്നു എന്ന് വ്യക്തമാകുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്. ഇനിയും ജനങ്ങളുടെ ജീവന് സുരക്ഷ നൽകാൻ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് ആര് എപ്പോഴാണ് സുരക്ഷ നൽകുക എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ കോഴിക്കോട് നഗരം ഒന്നടങ്കം സമരത്തിന്റെ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ ആക്രമിച്ച സംഭവത്തോടെ കൂടെ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഡോക്ടർമാരും മറ്റ് പ്രവർത്തകരും. കോഴിക്കോട് ജില്ലയിൽ അടക്കം ഡോക്ടർമാരുടെ മിന്നൽ സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജോലി സുരക്ഷയ്ക്കായി സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല. ആയുധങ്ങളുമായി ആർക്കും ആശുപത്രിയിൽ എത്താവുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പ്രതിഷേധം തുടങ്ങുകയാണ് എന്നും KGMOA സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമാക്കി. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വിപിനാണ് ഇന്ന് വടിവാള് കൊണ്ട് തലയ്ക്ക് വെട്ടേറ്റിരുന്നത്. മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച കുട്ടിയുടെ പിതാവാണ് ഡോക്ടറിനെ ദയനീയമായിട്ട് ആക്രമിച്ചത്. ആക്രമിച്ച സനൂപിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്നാണ് വിവരം. മകളെ കൊന്നവനല്ലേ എന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു ഡോക്ടർക്ക് നേരെ ആക്രമണം. കുട്ടിക്ക് നീതി ലഭിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പിതാവിന്റെ ഈ പരാക്രമം എന്നാണ് റിപ്പോർട്ടുകൾ. സനൂപിന്റെ 9 വയസ്സുകാരിയായ മകൾ കഴിഞ്ഞ ദിവസമാണ് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു മരണം. തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റ ഡോക്ടറെ താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെന്നാണ് വിവരം. മകളെ കൊന്നവനെന്ന് ആക്രോശിച്ചുകൊണ്ട് അനൂപ് ഡോക്ടർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. കുട്ടിക്ക് നീതി ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ അദ്ദേഹത്തെ ഉപദ്രവിച്ചു. കുട്ടിക്ക് പനി ബാധിച്ചതിനെ തുടർന്ന് ആദ്യം എത്തിച്ചത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്കായിരുന്നു. ഈ സമയത്താണ് ഡോക്ടർമാർ കൃത്യസമയം രീതിയിലുള്ള പരിചരണം നൽകാതെ പോയത് എന്നും അതുകൊണ്ടാണ് തന്റെ കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടത് എന്നുമാണ് കുടുംബം തുടക്കം മുതൽ തന്നെ ആരോപിച്ചത് എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. എന്തായാലും ഇതിൽ ആരോഗ്യവകുപ്പ് കൃത്യമായ രീതിയിലുള്ള ഒരു മറുപടി നൽകിയിരുന്നില്ല, ഒരു നടപടി സ്വീകരിച്ചിരുന്നില്ല. ആ നടപടി വൈകിയതിനെ തുടർന്നാണ് ഇയാൾക്ക് പ്രകോപനം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ പുറത്തുനിന്ന് ലഭിക്കുന്ന സൂചനകൾ. ഡോക്ടർമാർക്കെതിരെ എന്തായാലും അന്വേഷണം നടത്തും എന്നുള്ള സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും അതുവരെ കാത്തു നിൽക്കാനുള്ള ഒരു ക്ഷമ പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഏറെ ദയനീയമാണ്. അതിന്റെ ഭാഗമായി ഇത്തരം ഒരു ആക്രമണം ഉണ്ടായത് എന്നാണ് റിപ്പോർട്ടുകൾ. വടിവാൾ ഉപയോഗിച്ച് ഡോക്ടറുടെ തലയ്ക്ക് ഇയാൾ വെട്ടുകയായിരുന്നു. ഇതിന് പിന്നാലെ മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ആളുകളെയും ആക്രമിക്കാനുള്ള ശ്രമം നടന്നതായിട്ടാണ് സൂചന. എന്തായാലും സനൂപിനെ അവിടെയുള്ള ആളുകൾ ചേർന്ന് തടഞ്ഞു നിർത്തിയതോടെയാണ് വലിയൊരു ആക്രമണം തന്നെ ഒഴിവായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സംഭവം നടന്നതിന് തൊട്ടുടൻ തന്നെ പോലീസും കൂടെ എത്തിയതോടുകൂടെ ഡോക്ടറുടെ ജീവൻ തിരികെ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തതായാണ് പുറത്തുവരുന്ന വിവരം. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്കെതിരെ ഉണ്ടായിട്ട ആക്രമണം അത്യന്തം അപലപനീയമാണെന്ന് ഇതിന് പിന്നാലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ച് രംഗത്തെത്തുകയും ചെയ്തു. അതാണ് ഏറ്റവും വലിയ ദുസ്സഹമായിട്ടുള്ള കാര്യം. അതായത് പറഞ്ഞ വാക്ക് ഒരു തരത്തിലും പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമായിട്ടും ആരോഗ്യമന്ത്രി വീണ ജോർജ് വീണ്ടും സങ്കടം സഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ സങ്കടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്.
കേൾക്കുന്ന വാർത്ത മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണ്. ശക്തമായ നിയമ നടപടി സ്വീകരിക്കാം എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 1-2 വർഷങ്ങൾക്ക് മുമ്പ് വന്ദനാദാസ് മരണപ്പെട്ട സമയത്ത് അന്നും മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ള ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്ന വാക്ക് ഇനി ഒരാൾക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാകില്ല. സർക്കാർ ആശുപത്രികളിലും മറ്റ് ആശുപത്രികളിലെയും ഒക്കെ പൂർണ്ണമായിട്ടുള്ള സുരക്ഷാ ഉത്തരവാദിത്തങ്ങൾ ഇനി നടപ്പിലാക്കപ്പെടും എന്നുള്ള ഒരു ഉറപ്പ് ആരോഗ്യമന്ത്രി നൽകിയിരുന്നു. അന്നത്തെ അതേ ഉറപ്പ് തന്നെയാണോ ഇന്നും നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്നും പ്രതികരിച്ചിരിക്കുന്നത് എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും തങ്ങൾക്ക് ഒരു ഉറപ്പ് വരുന്നത് വരെ തങ്ങൾ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് താമരശ്ശേരിയിലെ ആശുപത്രിയിലെ അധികൃതരെല്ലാം തന്നെ ജോലി തൽക്കാലത്തേക്ക് നിർത്തിവെച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. സംസ്ഥാന വ്യാപകമായിട്ട് വലിയ പ്രതിഷേധങ്ങൾക്ക് കളമൊരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. അതേസമയത്ത് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന ഒരു അസുഖം, അതിന്റെ ഗുരുതരാവസ്ഥയും നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അതായത് സംസ്ഥാനത്ത് ഏറ്റവും അധികം കുട്ടികൾ മസ്തിഷ്ക ജ്വരം വന്ന് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഈ 2025 കാലഘട്ടത്തിലാണ്. പലയിടങ്ങളിലും വലിയ രീതിയിൽ അസുഖം ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായിട്ടാണ് വ്യക്തമാക്കുന്നത്. അതിനെതിരെയും മസ്തിഷ്ക ജ്വരം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളും ആരോഗ്യമന്ത്രിയും ആരോഗ്യ മേഖലയും നടപ്പിലാക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും വൃത്തിയുടെ കാര്യത്തിലാണെങ്കിലും ആരോഗ്യ മേഖലയുടെ കാര്യത്തിലാണെങ്കിലും ഏറ്റവും മുൻപന്തിയിലാണ് കേരളം എന്ന് അവകാശപ്പെടുന്ന മന്ത്രിമാരാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്കൊക്കെ മറുപടി പറയാൻ സാഹചര്യം ഒരുങ്ങുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നതല്ല നടക്കുന്നത് എന്നത് തന്നെയാണ് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം തന്നെയാണ് സംഭവത്തിന് പിന്നാലെ ഉന്നയിക്കപ്പെടുന്നത്. ഡോക്ടർമാർ തന്നെ നേരിട്ട് സമരത്തിനിറങ്ങുന്നു എന്നതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം അതീവ തീവ്രമാണ്. കാരണം അത്രയും ഡോക്ടർമാരെ പ്രതീക്ഷിച്ച് വരുന്ന രോഗികൾ ഒരു വശത്തുണ്ട്, മറുവശത്ത് ഈ ഡോക്ടർമാരില്ല എങ്കിൽ ആ ആശുപത്രിയുടെ പ്രവർത്തനം തന്നെ നിശ്ചലമാകുന്ന ഒരു സാഹചര്യമാണ്. അതുകൂടാതെ തന്നെ ഡോക്ടർമാരെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായൊരു ധൈര്യം, ജോലിയിടങ്ങളിൽ തങ്ങൾ സുരക്ഷിതമാണ് എന്നുള്ളൊരു ധൈര്യമില്ലാതെ സർക്കാരിന്റെ വീഴ്ച കൊണ്ട് സ്വന്തം ജോലി പോലും മാറ്റി നിർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നു എന്നതും അതീവ ഗുരുതരമായുള്ള ഒരു വിഷയമാണ്. എന്തായാലും തുടർ നടപടികൾ എന്താണ് എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. നിലവിലത്തെ സാഹചര്യത്തിൽ ഉണ്ടായ സംഭവത്തിൽ ദുഃഖമുണ്ട്, ഉടൻ തന്നെ നടപടി സ്വീകരിക്കും എന്നാണ് ആരോഗ്യമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്.